നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. നാളെ 3 മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. വിവരങ്ങളുമായി ഷംന ചേരുന്നു. ഷംന, ഇനി തെളിവെടുപ്പിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടി, ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്? അപർണ, അല്പസമയത്തിനകം തന്നെ ചെന്താമരയെ ഈ പോത്തുണ്ടി ബോയിൻ കോളനിയിലേക്ക് എത്തിക്കും. നമ്മളിപ്പോൾ ഉള്ളത് ഈ ബോയിൻ കോളനിയിലാണ്. അതായത് കൊല്ലപ്പെട്ട സുധാകരന്റെയും ഈ പ്രതി ചെന്താമരയുടെയൊക്കെ വീടിന് സമീപത്താണ്. ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയാണ് ഇവിടെ പോലീസ് സജ്ജമാക്കിയിട്ടുള്ളത്. 400ഓളം വരുന്ന പോലീസുകാരാണ് ഈ സുരക്ഷ ഒരുക്കുന്നത്. ഒപ്പം തന്നെ തണ്ടർ ബോൾട്ട് അടക്കം ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. ഈ നാട്ടുകാരുടെ രോഷം കണക്കിലെടുത്താണ് അത്ര വലിയ ഒരു സുരക്ഷയിലേക്ക് നീങ്ങുന്നത്. കാരണം ഈ പ്രതി ആദ്യഘട്ടത്തിൽ പിടികൂടിയ സമയം മുതൽ വലിയ രീതിയിലുള്ള ജനരോഷമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പ്രതിയുടെ മൊഴി അത് പൂർണ്ണമായും എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്കാവും കടക്കുക. കാരണം ഈ ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയായിരുന്നു ഇതാണ് റിമാൻഡ് റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കിയിരുന്നത്. അതിലേക്ക് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി തന്നെ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ ഈ പ്രതിയെ ഈ കൊലപാതകം നടന്ന സ്ഥലത്തും ഒപ്പം തന്നെ പ്രതി ആയുധങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്ന പ്രതിയുടെ വീട്ടിലും അടക്കം എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് ഉണ്ടാവുക. അതിനുശേഷം ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും. പിന്നീട് അതിലെന്തെങ്കിലും വ്യക്തതക്കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ മൊഴിയിൽ എന്തെങ്കിലും ഇത്തരത്തിൽ വ്യത്യാസമുണ്ടെങ്കിലോ ഒക്കെ നാളെയും ഈ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ തുടരും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഇപ്പോൾ തന്നെ ഈ ബോയിൻ കോളനിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. 400ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തണ്ടർ ബോൾട്ട് അടക്കമാണ് സുരക്ഷ ഉറപ്പാക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ നാട്ടുകാരുടെ രോഷം അത് ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. മാത്രമല്ല ഈ പ്രതിയെ അത് കൃത്യമായി ഇവിടെ ഇറക്കിയതിന് ശേഷം ഈ പ്രതി വധഭീഷണി മുഴക്കിയിരുന്ന മറ്റ് ഈ സമീപത്തുള്ള നമ്മളോട് സംസാരിച്ചിരുന്ന പുഷ്പ ചേച്ചി അടക്കമുള്ളവരെ കാണിച്ചതിന് ശേഷമായിരിക്കും ഈ പ്രതിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അത് ഡിവൈഎസ്പി ആലത്തൂർ ഡിവൈഎസ്പി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഇനി ഈ പ്രതിയെ ചെന്താമരയെ ഭയപ്പെട്ട് കഴിയേണ്ട ഒരു സാഹചര്യം ഈ കോളനിയിലെ ആളുകൾക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ കൃത്യമായ സുരക്ഷയിൽ തന്നെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടക്കും. ഒപ്പം ഈ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, അതാണ് പോലീസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം റിമാൻഡ് റിപ്പോർട്ടിലടക്കം ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ കൂടി ഈ കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ തെളിവ് ശേഖരിക്കുക എന്നതാണ് ആദ്യഘട്ടം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുന്നത്. ഒപ്പം ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഈ വെട്ടുകത്തി, പ്രതി കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തി, അതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം അടക്കം ഇതിലേക്ക് വേണ്ടി കളക്ട് ചെയ്യും. അത്രയും വലിയ രീതിയിലുള്ള പ്രതിക്കെതിരെ എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് തന്നെയായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഒപ്പം ഈ നാട്ടുകാർക്ക് പ്രതിയോട് വലിയ രീതിയിലുള്ള രോഷമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജയിലിൽ ഈ പ്രതിയെ എത്തിച്ചപ്പോൾ നാട്ടുകാർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിരുന്നു. അതിൽ നാട്ടുകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 14 പേർക്കെതിരെയാണ്, കണ്ടാലറിയാവുന്ന 14 പേർക്കെതിരെയാണ് അന്ന് കേസെടുത്തത്. 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതിനൊക്കെ പുറമെ ഈ പോലീസിൽ ഈ ചെന്താമരക്കെതിരെ പലവട്ടം നാട്ടുകാർ പരാതി നൽകിയിട്ടു. അത് പോലീസ് ഗൗരവമായി എടുത്തില്ല. അന്നൊരു പക്ഷേ നാട്ടുകാരുടെ പരാതി കേട്ടിരുന്നെങ്കിൽ 2 കൊലപാതകങ്ങൾ നടക്കില്ലായിരുന്നു എന്നൊക്കെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ആരോപണമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസിനോട് വലിയ രീതിയിലുള്ള ഒരു രോഷം ജനങ്ങൾക്കുണ്ട്. ഇതൊക്കെ ഈ തെളിവെടുപ്പിന് എത്തിക്കുന്ന സാഹചര്യത്തിൽ അത് തെളിവാകും. അല്ലെങ്കിൽ ഈ ഇത്രയും രോഷം പോലീസിനും പ്രതിയോടും ഒരേപോലെ നാട്ടുകാർക്ക് രോഷമുണ്ട്, അത് പ്രകടമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ അതാണ് ഈ വലിയ സുരക്ഷയോടുകൂടി വേണമെങ്കിൽ തെളിവെടുപ്പ്. എവിടെയൊക്കെയായിരിക്കും തെളിവെടുപ്പ്? അതിൽ കൃത്യമായ ഒരു രൂപരേഖ പോലീസിനുണ്ടോ? അപർണ, ആദ്യഘട്ടത്തിൽ ഈ കൊലപാതകം നടന്ന, അതായത് സുധാകരന്റെ വീടിന് തൊട്ട് മുൻപ്, സുധാകരന്റെയും പ്രതിയുടെയും വീടിന് തൊട്ട് മുൻപിലായി
ആദ്യഘട്ടത്തിൽ തെളിവെടുപ്പുണ്ടാവും. അതിനുശേഷം ഈ പ്രതി ഈ കൊലപാതകം നടത്തിയ വെട്ടുകത്തി ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്നത് പ്രതിയുടെ വീട്ടിലാണ്, ചെന്താമരയുടെ വീട്ടിലാണ്. അവിടെ തെളിവെടുപ്പുണ്ടാവും. അതിനുശേഷം ഈ തൊട്ടുപുറകിൽ ഒരു ചെറിയ പഴയ വീടുണ്ട്. അവിടെ പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ നെല്ലിയാമ്പതി പോത്തുണ്ടി മലനിരകൾക്ക് താഴെയാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഈ മേഖലകളിലൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും തെളിവെടുപ്പ് നടക്കുക. ആദ്യഘട്ടത്തിൽ എന്തായാലും ഈ കൊലപാതകം നടന്ന പ്രദേശത്തും പ്രതിയുടെ വീട്ടിലും തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ തെളിവെടുപ്പ്. പിന്നീട് ഇന്ന് 1 മണിക്കൂറാണ് ഏകദേശം തെളിവെടുപ്പിനായി പോലീസ് കണക്കാക്കുന്നത്. ഈ 1 മണിക്കൂറോടുകൂടി തെളിവെടുപ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനുശേഷം ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങി പിന്നീട് എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ, അതായത് പ്രതി ആദ്യഘട്ടം മുതൽ പ്രതി നൽകുന്ന മൊഴികൾ അത് പലതരത്തിൽ പോലീസിനെ വഴിതെറ്റിക്കുന്ന അല്ലെങ്കിൽ കേസന്വേഷണം വഴിതെറ്റിക്കുന്ന തരത്തിലായിരുന്നു. കാരണം വിഷം കഴിച്ചു എന്നത് ഉൾപ്പെടെയാണ് പ്രതി പറഞ്ഞിരുന്നത്. പക്ഷെ വൈദ്യപരിശോധനയിൽ അത് കണ്ടെത്താനായില്ല. അതുപോലെ സുധാകരന്റെ സ്കൂട്ടർ ഇടിച്ചതിന്റെ പ്രകോപനത്തിലാണ് വെട്ടിയതെന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, നേരത്തെ തന്നെ ഭീഷണി ഉണ്ടായിരുന്നു. ഈ പ്രതിക്ക് സമീപവാസികൾ ഉൾപ്പെടെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അങ്ങനെ ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു. പക്ഷേ ഈ പ്രതി ഈ പ്രകോപനത്തിന്റെ പേരിലാണ് കൊന്നതെന്ന് പറയുന്നു. പിന്നീട് കോടതിയിൽ ചെന്ന് തെറ്റ് പറ്റിപ്പോയതാണെന്ന് കോടതിയോട് ഏറ്റു പറയുന്നു. ഇങ്ങനെ പല ഘട്ടത്തിൽ ഈ പ്രതി മൊഴി നൽകുന്നത് അല്ലെങ്കിൽ ഈ പ്രതി കേസന്വേഷണം വഴിതെറ്റിക്കുന്ന രീതിയിൽ പലപ്പോഴും പ്രതിയുടെ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതി അങ്ങനെയാണ് സംസാരിച്ചിരുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. എന്തായാലും അതുകൂടി കണക്കിലെടുത്താണ് ഇത് ആസൂത്രിതമായ കൊലപാതകം തന്നെയായിരുന്നു എന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള, അതായത് സാധാരണ ഒരു തെളിവെടുപ്പിനപ്പുറത്തേക്ക് കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത്ര വലിയ ഒരു സുരക്ഷ ഉറപ്പാക്കുന്നത്. കാരണം മുമ്പ് തന്നെ, അതായത് നാട്ടുകാർക്ക് ഇപ്പോൾ തന്നെ പ്രതിയോട് രോഷമുണ്ട്. ഇനി ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കം ഇവിടെ നടക്കുമ്പോൾ, ഈ കോളനിയിൽ നടക്കുമ്പോൾ, അത് ഈ നാട്ടുകാരുടെ രോഷം അത് ഇരട്ടിയാക്കാനാണ് സാധ്യത. അതിന്റെ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ അത്തരം ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് 400-ലധികം അല്ലെങ്കിൽ 400ഓളം പോലീസുകാർ ഇവിടെ സുരക്ഷ ഉറപ്പാക്കുന്നത്. ഇപ്പോൾ തന്നെ, അതായത് പ്രതിയെ കോടതിയിൽ എത്തിച്ചതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള പോലീസുകാർ ഇവിടെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ കോളനിയിലേക്ക് വാഹനങ്ങൾ കയറ്റിവിടുന്നതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപർണ, ഷംന, വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് സുധാകരന്റെ മകളടക്കമുള്ളവർ ഈ കേസ് അന്വേഷണത്തിന് ഈ ഘട്ടങ്ങളോട് ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത്? വലിയ തരത്തിലുള്ള ഒരു ജനരോഷം ഒരു വശത്തുണ്ടാക്കുമ്പോൾ അന്വേഷണം കൃത്യമായ തരത്തിൽ ഒക്കെ തന്നെയാണ് പോകുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയാണോ കുടുംബത്തിന് ഇപ്പോഴുള്ളത്? അപർണ, തീർച്ചയായും പോലീസിൽ അവർക്ക് അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ അവർക്ക് വിശ്വാസമുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ പോലീസ് പരാതിയൊന്നും ഗൗരവമായി എടുത്തില്ല. അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അമ്മയെ നഷ്ടപ്പെട്ട പോലെ അച്ഛനെയും അച്ഛമ്മയെയും നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ആ കുട്ടികൾ പറയുമ്പോൾ പോലും ഇനിയുള്ള കാര്യങ്ങളിൽ അവർക്ക് വിശ്വാസമുണ്ട്, നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്. പക്ഷെ അപ്പോഴും 2019 സുധാകരന്റെ ഭാര്യ സജിത കൊല്ലപ്പെടുന്നത്. അന്നും ഇതേ പ്രതി ചെന്താമര ഇതുപോലെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വെറും ഒരു സംശയ രോഗത്തിന്റെ പേരിലാണ് സജിതയെ വെട്ടിക്കൊലപ്പെടുന്നത്. വീടിനകത്ത്, ഈ കാണുന്നതാണ് സുധാകരന്റെ വീട്, അവിടെ കയറിയാണ് സജിതയെ വെട്ടിക്കൊല്ലുന്നത്. പക്ഷെ ആ കേസിൽ ഇതുവരെ വിചാരണ പോലും നടന്നിട്ടില്ല. അടുത്ത മാസം അതിൽ വിചാരണ നടക്കാനിരിക്കെയാണ് പ്രതി ജാമ്യത്തിൽ ഇറങ്ങുന്നതും വീണ്ടും ഒരു ഇരട്ട കൊലപാതകം നടത്തുന്നതും അത് അതിക്രൂരമായി 2 കൊലപാതകങ്ങൾ നടത്തുന്നത്. അതുപോലെ ഇനി ഈ ഒരു കേസിൽ ഈ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവണമെന്നാണ് ആ കുട്ടികളുടെ ആവശ്യം. കാരണം അമ്മയുടെ കേസ് അത് ഇതുവരെ വിചാരണ നടന്നിട്ടില്ല, വിധി വന്നിട്ടില്ല. പക്ഷെ അതേ പ്രതി തന്നെ വീണ്ടും ജാമ്യത്തിലിറങ്ങി അച്ഛനെയും അച്ഛമ്മയെയും കൊല്ലുന്നു, അവരെ അനാഥരാക്കുന്നു. അപ്പോൾ ഇനിയെങ്കിലും ആ പ്രതിയുടെ കാര്യത്തിൽ ബാക്കി നിയമ നടപടികൾ വേഗത്തിലാക്കണം, പ്രതിക്ക് വധശിക്ഷ ഉൾപ്പെടെ ഉറപ്പുവരുത്തണം എന്നതാണ് ആ കുട്ടികളുടെ ആവശ്യം. ഒപ്പം തന്നെ ഈ നാട്ടുകാരുടെ ആവശ്യം. കാരണം ഇനി ഈ ഒരു പ്രതിയെ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവരുത് എന്നതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഈ ഭാര്യയും മകളെയും ഉൾപ്പെടെ, സ്വന്തം ഭാര്യയും മകളെയും ഉൾപ്പെടെ 5-ലധികം പേരെയാണ് ഈ ചെന്താമര കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നത്. അയാൾക്ക് അങ്ങനെ പദ്ധതി
ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ പ്രതി ജയിലിൽ പോയാൽ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങാതെ അതല്ലെങ്കിൽ ശിക്ഷയിൽ ഒരു ഇളവും വരാതെ ഈ ചെന്താമരയെ മരണം വരെ ജീവപര്യന്തം വിധിക്കുകയോ അല്ലെങ്കിൽ വധശിക്ഷ ഉറപ്പാക്കുകയോ ചെയ്യണമെന്നാണ് ഈ നാടിൻ്റെയും സുധാകരൻ്റെയും കുടുംബത്തിൻ്റെ ആവശ്യം. അപർണ. ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. നാളെ 3 മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. തെളിവെടുപ്പ്, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, അപ്പോഴും ജനരോഷം അവസാനിക്കുന്നുമില്ല.